UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മുന്നിട്ട് നിൽക്കുന്നു. ആദ്യ 3 റൗണ്ടുകളിലും UDFന്റെ ആധിപത്യം എന്ന് തന്നെ പറയേണ്ടത്. എന്തായാലും അതോടൊപ്പം തന്നെ PV അൻവറിനും വ്യക്തമായ സ്വാധീനം, വ്യക്തമായ രീതിയിൽ തന്നെ ഒരു കരുത്ത് കാട്ടാനായി PV അൻവറിനും കഴിഞ്ഞു എന്നതാണ് പറയേണ്ടത്. തൊട്ട് പിന്നിൽ ആശങ്കയൊന്നുമില്ലാതെ എം സ്വരാജ് ഉണ്ട്. 9257 വോട്ടിലാണ് എം സ്വരാജ് നേടിയിരിക്കുന്നത്. 11,110 വോട്ട്, ക്ഷമിക്കണം, 11,110 വോട്ട് ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നു. അവിടെ 1,500ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. എന്തായാലും NDAയും തൊട്ട് ഏറ്റവും പിന്നിലായി തന്നെ NDA ഉണ്ട്. NDAക്ക് വലിയ രീതിയിലുള്ള ഒരു ആധിപത്യം അവിടെ നേടിയെടുക്കാൻ കഴിയുന്നില്ല. എന്തായാലും PV അൻവർ അവിടെ കൃത്യമായ ഒരു സ്വാധീനമായി അല്ലെങ്കിൽ കൃത്യമായ നിർണായക ശക്തിയായി PV അൻവർ മാറുക എന്നതാണ് ഏറ്റവും പ്രധാനമായി. NDAക്ക് പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവര് അവിടെ കരുതിയിരുന്ന വോട്ടുകൾ ഒന്നും കിട്ടിയിട്ടില്ല. അത് PV അൻവറിലേക്കാണോ പോയതെന്നുള്ള ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള വിലയിരുത്തലൊക്കെ വരുന്നുണ്ട്. കാരണം PV അൻവറിന്റെ കുതിപ്പും മോശമില്ലാത്തൊരു കുതിപ്പാണ്. അല്ലെങ്കിൽ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ 4,119 വോട്ടുകൾ നേടിയിട്ടുണ്ട്. NDAയിലേക്ക് പോകുമ്പോൾ 1,464 വോട്ട്. ആദ്യഘട്ടത്തിലൊക്കെ PV അൻവർ തൊട്ട് പുറകെയാണെങ്കിൽ PV അൻവർ വളരെ പെട്ടെന്ന് ഈ NDAയും മറികടന്ന് അങ്ങോട്ട് പോയി. അതായത് NDAയിൽ നിന്ന് കുറെ വോട്ടുകൾ PV അൻവറിലേക്ക് പോയിട്ടുണ്ടോ, മറ്റ് മുന്നണികളിൽ നിന്ന് വോട്ടുകൾ പോയോ എന്നതിനേക്കാൾ ഉപരി NDAയെ സംബന്ധിച്ച് വലിയൊരു നിലനിൽപ്പിന്റെ കാര്യമുണ്ട്. കാരണം ആദ്യം അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് പിന്നീട് സ്ഥാനാർത്ഥിയെ നിർത്താതെ വേറെ വഴിയില്ല എന്നുള്ള സാധ്യതയിലേക്കൊക്കെ എത്തി. പിന്നീട് ഇപ്പോൾ 1,400-ലധികം വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ NDAക്ക് നേടാൻ സാധിച്ചത്. അതേസമയം അപ്പുറത്ത് PV അൻവർ അതിന്റെ 3 ഇരട്ടി വോട്ടുകൾ നേടിയിട്ടുണ്ട്. തീർച്ചയായും 1,453 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും അൻവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അൻവർ UDF വോട്ടുകളാണോ നേടിയതെന്നൊരു വിലയിരുത്തലെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ വരുന്നതെന്നാണ് പറയേണ്ടത്. അവിടെ ആദ്യം തന്നെ വഴിക്കടവിൽ UDFന് ആധിപത്യമുള്ള ഒരു പഞ്ചായത്താണ് വഴിക്കടവ് എന്ന് പറയുന്നത്. അവിടെ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കൃത്യമായ രീതിയിൽ ഒരു ചെറിയൊരു PV അൻവറിന് ലീഡ് ചെയ്യാനായി കഴിയുന്നു എന്നുള്ളെങ്കിൽ പോലും അത് UDFന്റെ വോട്ടുകളാണോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യം. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് 1,453 വോട്ടിനാണ് മുന്നിട്ട് നിൽക്കുന്നത്. PV അൻവർ പിടിച്ചത് കൂടുതലും UDF വോട്ടുകളാണോ എന്നതാണ് ഏറ്റവും കൂടുതൽ UDF ക്യാമ്പിനെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. യെസ്, അൻവർ പറഞ്ഞത് ഞാനില്ലെങ്കിൽ എങ്ങനെ ജയിക്കും ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിന് അല്ലെങ്കിൽ UDF അവിടെ ജയിക്കാൻ പറ്റില്ല എന്ന് അൻവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും ലീഡുണ്ടെങ്കിൽ പോലും പക്ഷേ PV അൻവർ നിർണായകമാകും. VD സതീശൻ ഉത്തരം പറയേണ്ടി വരും. മിക്കവാറും തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നതാണ് പറയേണ്ട ഒരു കാര്യം. നേരത്തെ കാളിദാസ് പറഞ്ഞ പോലെ തന്നെ PV അൻവർ വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു രീതിയിൽ തന്നെ ഒരു മേൽക്കൈ LDFന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ് പ്രധാനമായും പറയേണ്ട കാര്യം. എന്തായാലും ഞങ്ങൾ കളി കണ്ടോളാം, നിങ്ങളവിടെ എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ LDF ഉള്ളതെന്നതാണ് പറയേണ്ട കാര്യം. LDF ക്യാമ്പിന് ഇതൊന്നും ആശങ്കയില്ല എന്ന് തന്നെയാണ് അവർ. പാലം കുലുങ്ങിയാലും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ തന്നെയാണ് LDF തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് LDF ക്യാമ്പ് ഉള്ളത്. അവർക്കറിയാം കൃത്യമായ വോട്ട് എങ്ങനെ ഞങ്ങൾക്ക് വരും എന്ന കൃത്യമായ ഒരു കാൽക്കുലേഷൻ കൃത്യമായും LDFനെ സംബന്ധിച്ചുണ്ട്. ആ ഒരു ആത്മവിശ്വാസം LDF ക്യാമ്പിൽ പ്രകടമാണെന്നതാണ് പറയുന്നത്. അല്ല ഉണ്ണി, അത് LDFനെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ഓടിക്കോ, ഞങ്ങൾ വന്നേക്കാന്നുള്ളതാണ്. ഞങ്ങൾ വരുമ്പോൾ മാസ് എൻട്രി ആയിട്ട് വരും എന്നുള്ളതാണ് അവിടെ LDFന്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ ലാസ്റ്റ് ആവട്ടെ, നിങ്ങൾ ആദ്യമൊക്കെ നിങ്ങൾ മുന്നോട്ട് ഓടിക്കോ, എത്ര ലീഡ് വേണമെങ്കിലും നേടിക്കോ. പക്ഷേ അമരമ്പലവും കരുളായും നിലമ്പൂരും ഒക്കെ എത്തുമ്പോൾ ഞങ്ങൾ മുന്നിലേക്ക് എത്തും. വിജയം നിലമ്പൂരിനൊപ്പമാണ്. നിലമ്പൂർ വിജയം LDFന് സമ്മാനിക്കും. എം സ്വരാജിനെ MLA ആക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ നേരത്തെ എം സ്വരാജ് ഇരിക്കുന്നു, അവർ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം അവർ പ്രതീക്ഷിച്ചൊരു ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതെ അങ്ങനെ തന്നെയാണ്. നിലമ്പൂർ നഗരസഭ എത്തട്ടെ, കരുളായി എത്തട്ടെ, അമരമ്പലം എത്തട്ടെ, പോത്തുകല്ലെങ്കിൽ ആണെങ്കിൽ പോലും അവിടെയും എല്ലാം തന്നെ വ്യക്തമായ രീതിയിൽ തന്നെ ഒരു ആധിപത്യം എടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് LDFന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. എന്തായാലും രണ്ടാം റൗണ്ടിൽ 7,683 വോട്ട് UDF നേടിയിരിക്കുന്നു. LDF 6,444 വോട്ട് LDF നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒന്നാം റൗണ്ട് നോക്കുകയാണെങ്കിൽ 3,614 വോട്ട് UDFും 3,195 വോട്ട് LDFും നേടിയിരിക്കുന്നു. രണ്ടാം റൗണ്ടിൽ LDF നേടിയിരിക്കുന്നത് 6,444 വോട്ടാണ്. PV അൻവർ അവിടെ 2,766 വോട്ടും നേടിയിട്ടുണ്ട് എന്നതാണ്. എന്തായാലും 1,638ലേക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഉയരുന്നു എന്നതാണ് പറയുന്നത്. എന്നാലും ഒരു പെട്ടെന്ന് കൂടുന്നില്ല, പതിയെയാണ് ഒരു മുന്നേറ്റം ഉണ്ടാവുന്നതെന്നാണ് കാണാൻ കഴിയുന്ന കാര്യം. 1,725 ആര്യാടൻ ഷൗക്കത്ത് 1,725 വോട്ടുകൾക്ക് മുന്നിൽ
പക്ഷേ 2000-ലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അതങ്ങോട്ട് എത്തുന്നില്ല. ഇപ്പൊ എത്തുമായിരിക്കും. എന്തായാലും 2000 വോട്ട് പ്രതീക്ഷിച്ച 2000 വോട്ട് കിട്ടുമെന്നാണ് ഈ ഒരു വോട്ട് എണ്ണുന്നതിന്റെ ഇപ്പോഴത്തെ നിലവിലെ ഒരു ലീഡ് നില അനുസരിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. എന്തായാലും 2000 നേടും. കാരണം ഇടയ്ക്ക് ആ ഒരു കുതിപ്പൊക്കെ നമ്മൾ കണ്ടു, പിന്നെ ഒറ്റയടിക്ക് അത് താഴോട്ട് പോകുന്നത് കണ്ടു. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കത് പ്രവചിക്കാം. പക്ഷേ ഇപ്പോൾ നിലവിലൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉയർച്ചയാണ്. ലീഡ് നില അങ്ങനെ മെല്ലെ 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 വരികയാണ്. അപ്പോൾ 1500 1725 ഇനി മെല്ലെ അങ്ങനെ ഒരു 2000-ലേക്ക് എത്തും. അപ്പോൾ ആഘോഷങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ എന്നുള്ളത് തന്നെ യു ഡി എഫ് ക്യാമ്പുകളും തീരുമാനിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. യെസ്, അത് തന്നെയാണ്. ഏതായാലും ആശ്വസിക്കാം. ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോഴും UDF ലീഡ് നിലയിൽ 1-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ആദ്യ 3 റൗണ്ടുകൾ പൂർത്തിയാകുന്നു. ഏറ്റവും നിർണായകമായ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ബൂത്തുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 46 ബൂത്തുകളാണ് ആദ്യഘട്ടത്തിൽ എണ്ണുന്നത്. ഏതായാലും ഈ 46 ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ ഏതാണ്ട് 4 റൗണ്ടോളം ഈ ബൂത്തുകൾ പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നിലമ്പൂർ എവിടേക്ക് പോകും എന്നുള്ളതിൻ്റെ ഏതാണ്ട് ഒരു ചിത്രം ഒരുപക്ഷെ വന്നേക്കാം. പക്ഷേ അത് മാറിമറിയാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ വഴിക്കടവ് വെച്ച് കൊണ്ട് തന്നെ ആർക്ക് വഴി തുറക്കും നിയമസഭയിലേക്ക് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇതൊരു സസ്പെൻസ് ത്രില്ലറിലേക്ക് ഒരുപക്ഷെ മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഏതായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊക്കെ ഈ ഒരു പോക്കൊക്കെ കണ്ടിട്ട് കാളിദാസ് UDFന് എത്രത്തോളം ഒരു ഭൂരിപക്ഷമൊക്കെ പ്രവചിക്കുന്നുണ്ട്? ഇപ്പൊ നിലമ്പൂരിൽ ഒരു ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ട് നമുക്കൊരു 6000 എന്നുള്ളത് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് വേണമെങ്കിൽ പറയാം. ഒരു 6000 തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ പറയുക, അവസാനം ഈ കരുളായി, നിലമ്പൂര്, അമരമ്പലം ഒക്കെ എത്രത്തോളം LDF എത്രത്തോളം കൊണ്ടുപോകുന്നുള്ളത് നമുക്കൊരു 6000 പോവാം. കാരണം നമുക്ക് വെറുതെ നമ്മൾ കൂടുതൽ പറഞ്ഞ് ഓണയർ കയറേണ്ട കാര്യമില്ല. എനിക്ക് വയ്യ. UDFന്റെ കോൺഫിഡൻസ് UDF 10,000-ന് മുകളിൽ 12,000-ലധികമാണ് UDF പ്രതീക്ഷിക്കുന്ന ആ ഒരു ലീഡ് നില എന്ന് പറയുന്നത്. പക്ഷേ PV അൻവറിലേക്ക് പോയ പല വോട്ടുകളും UDF നിന്ന് പോയ വോട്ടുകളാണ്. അതായത് അൻവറിന്റെ ഷോക്കേറ്റു ഷൗക്കത്തിന് എന്നുള്ളൊരു സംസാരം അവിടെ വന്നിട്ടുണ്ട്. കാരണം അൻവറിന്റെ ആ ഒരു മുന്നോട്ടുള്ള ആ ഇറക്കം ഷൗക്കത്തിനോ UDF ക്യാമ്പിനൊക്കെ ശരിക്കും ഒന്ന് ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള. പക്ഷെ ആ ഒരു ഷോക്ക് അത് വലിയൊരു ഷോക്കല്ല. 1725 വോട്ടുകൾക്ക് ആര്യയുടെ ഷൗക്കത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വഴിക്കടവ് 2000 വോട്ടിന് മിക്കവാറും വഴിക്കടവ് മൊത്തം 2000 ലീഡിലൂടെ ആര്യയുടെ ഷൗക്കത്ത് കടക്കും. പിന്നീട് മൂത്തേടത്തോട് കടക്കുമ്പോഴും UDF കേന്ദ്രമാണ്. അപ്പോൾ ആ ഒരു UDF കേന്ദ്രത്തിലോട്ട് കടക്കുമ്പോൾ അവിടെയും ആര്യയുടെ ഷൗക്കത്തിന് ലീഡ് തന്നെയാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. കാരണം UDFന്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ കഴിഞ്ഞ തവണ LDFനൊക്കെ ചെറിയ ഭൂരിപക്ഷം, വളരെ ചെറിയ ഭൂരിപക്ഷമൊക്കെ ലഭിച്ച ഒരു പഞ്ചായത്താണ്. പക്ഷേ നിലവിൽ അൻവറിന്റെ ഷോക്ക് അത്രത്തോളം ഏറ്റിട്ടില്ല. കുറേയൊക്കെ വോട്ട് വേണമെങ്കിൽ പോയെന്ന് പറയും പോലും ആ ലീഡ് നില വഴിക്കടവിൽ പ്രതീക്ഷിച്ച ലീഡ് നിലയിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ അൻവർ ഒരു ഫാക്ടറായി തന്നെ നിൽക്കുന്നു. അൻവർ ഫാക്ടർ പ്രശ്നമാകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതിപ്പോൾ ഏതാണ്ട് അൻവർ അത് ഫലം കാണുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDFന്റെ വോട്ടുകൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്ന അൻവർ LDFൽ നിന്ന് പോരുമ്പോൾ ആ LDF വോട്ടുകളൊക്കെ UDFലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇല്ല, ആ വോട്ടും ഇപ്പോഴും പോകുന്നത് UDFൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 11,110 വോട്ടുകളാണ് ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനുള്ളത്. LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജിന് 9,657 വോട്ടുകൾ. NGA 1,464 വോട്ടുകളിലേക്ക് എത്തുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഇടത് മുന്നണിയോട് പിണങ്ങി MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിവെച്ച് ഒടുവിൽ UDFനോട് മുടക്കി സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 4,119 വോട്ടുകൾ നേടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. അൻവർ പിടിച്ചെടുത്തത് UDF വോട്ടുകൾ എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു. UDFന് ഷോക്കടിപ്പിച്ച PV അൻവർ ആദ്യ റൗണ്ടുകളിൽ PV അൻവർ 4,119 വോട്ടുകൾ നേടി മുന്നോട്ട് പോകുമ്പോൾ 1725 വോട്ടിന്റെ ലീഡുമായി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇതാ മുന്നോട്ട് പോകുന്നു. തൊട്ടു പിന്നാലെ LDF. ഈ ശക്തിയേറിയ മത്സരം ഒരു നേരത്തെ നമ്മൾ ആ പ്രചരണ രംഗത്ത് കണ്ടതുപോലെ വാശിയേറിയ പോരാട്ടം ഇതാ ഇപ്പോൾ ഈ കൗണ്ടിങ്ങിലും വോട്ടെണ്ണിലും ആ പോരാട്ടം കാണുന്നു. 1725 വോട്ടിന്റെ ലീഡുമായി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പോകുമ്പോൾ തൊട്ടു പിന്നാലെ LDF ഉണ്ട്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഉണ്ട്. മാറിയുമോ
ഫലം എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും ആദ്യ 3 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വ്യക്തമായ രീതിയിൽ തന്നെ ലീഡ് ഉയർത്താൻ കഴിയുന്നു. പക്ഷേ പ്രതീക്ഷിച്ചത്രയും ലീഡ് ഉയർത്താൻ കഴിയുന്നില്ല എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ PV അൻവർ വ്യക്തമായ സ്ഥാനം അവിടെ കണ്ടെത്തുന്നതാണ്. 4000-ലധികം വോട്ടുകൾ നേടി